ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഷെഡ്യൂളിംഗ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഷെഡ്യൂളിംഗ് അൽഗോരിതംസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ചെറിയൊരു ഇൻട്രൊഡക്ഷനൊക്കെ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ അതിൽ നിന്നുള്ള കുറച്ച് ഷെഡ്യൂളിംഗ് അൽഗോരിതത്തിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ അപ്പം ആദ്യം നമ്മൾ നമുക്കറിയാം ഷെഡ്യൂളിംഗ് അൽഗോരിതം 2 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നോൺ പ്രിയംറ്റീവ് ഷെഡ്യൂളിംഗ് ആൻഡ് പ്രിയംറ്റീവ് ഷെഡ്യൂളിംഗ്. ഓക്കെ, നോൺ പ്രിയംറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സിക്യൂഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടാസ്കിനെയും ഫോഴ്സ്ഫുള്ളി അതിനെ അവിടുന്ന് മാറ്റിയിട്ട് വേറൊരു ടാസ്ക് പ്ലേസ് ചെയ്യില്ല. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഷെഡ്യൂളിംഗ് ആണ് നോൺ പ്രിയംറ്റീവ്. അതായത് ഒരു ജോബ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അടുത്ത ജോബിലേക്ക് ഷെഡ്യൂളിംഗ് പോകത്തുള്ളൂ. ഓക്കെ, സോ അപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ കാറ്റഗറി ആയിട്ടുള്ള നോൺ പ്രിയംറ്റീവ് ഷെഡ്യൂളിംഗ് ആണ് നമ്മളിപ്പം നോക്കുന്നത്. അതിൽ ആദ്യത്തെ ഷെഡ്യൂളിംഗ് ആയിരുന്നു FCFS ഷെഡ്യൂളിംഗ്, ദാറ്റ് ഈസ് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ഷെഡ്യൂളിംഗ്, ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് FIFO ഷെഡ്യൂളിംഗ്. ഈ രണ്ട് രീതിയിലും അറിയപ്പെടുന്നത് ഒരേ ഷെഡ്യൂളിംഗ് അൽഗോരിതം തന്നെയാണ്. സോ അപ്പോൾ ഇതിനകത്ത് ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് ഞാനിവിടെ വർക്കൗട്ട് ചെയ്യുന്നത്. സോ അതിൽ പറഞ്ഞിട്ടുണ്ട്, ലെറ്റ് us consider 3 processes. Okay, there are 3 processes in the ready queue. Those are P1, P2 and P3 with the estimated execution time. With the execution time 10, 5 and 7 milliseconds. Okay, and it is entering into the queue as in the order P1, P2, P3. നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ ഓർഡറിൽ തന്നെയാണ് അത് എൻ്റർ ചെയ്തിരിക്കുന്നതെന്നാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. Then what we need to do is we have to calculate the waiting time and turn around time. Okay, so waiting time means ഓരോ പ്രോസസ്സും എത്ര നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഓക്കെ, ദെൻ ടേൺ അറൗണ്ട് ടൈം എന്ന് പറയുന്നത് എന്താണ്? ഒരു പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ എത്രത്തോളം പ്രോസസ്സുകൾ CPU കംപ്ലീറ്റ് ചെയ്തു, എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ നമ്മൾ ഓരോ ആവറേജ് വെയിറ്റിംഗ് ടൈമും ആവറേജ് ടേൺ അറൗണ്ട് ടൈമും ആണ് ഫൈനലി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് നമ്മൾ ആദ്യമേ തന്നെ 2 അസംഷൻ നടത്തുന്നുണ്ട്. ദർ ഈസ് നോ IO വെയിറ്റിംഗ് ടൈം ഫോർ ദ പ്രോസസ്സസ്. ദാറ്റ് മീൻസ് no process is having any IO operations in this particular period of execution. And the second assumption is that CPU is readily available at the time P1 arrives. That is, first process arrive ചെയ്യുന്ന അതേ സമയത്ത് CPU അവൈലബിൾ ആണ് എന്നുള്ള ഒരു അസംഷനും കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. സോ P1, P2, P3 ഓർഡറിൽ വരുന്നു. 10, 5, 7 milliseconds ആണ് അതിൻ്റെ ഓരോന്നിൻ്റെയും എക്സിക്യൂഷൻ ടൈം. സോ അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ ഗൺ ചാർട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഗൺ ചാർട്ട് നമുക്കറിയാം ടൈമിനെ ബേസ് ചെയ്ത് വരുന്ന ഒരു ചാർട്ട് അല്ലേ. ടൈമാണ് നമ്മളിവിടെ ശരിക്കും പറഞ്ഞാൽ പിക്ചോറിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ അപ്പം നമ്മൾ ഈ വരുന്ന ഓർഡറിൽ തന്നെയാണ് FCFSൽ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഇറ്റ് വിൽ ബി സ്റ്റാർട്ടിങ് വിത്ത് ദ എക്സിക്യൂഷൻ ഓഫ് P1. Okay, after completing P1 will be going for P2, and then after completing P2 it will schedule P3. Like this will go on. Okay, so we are assuming that what all the P1, P2, P3 are arriving together, right? And CPU is ready for execution. So അപ്പം ആദ്യമേ തന്നെ P1ന് CPUവിനെ കിട്ടുന്നത് അറ്റ് ദിസ് ടൈം 0. സോ 0 ടൈമിൽ P1ൻ്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് വേണ്ട എക്സിക്യൂഷൻ ടൈം എന്ന് പറയുന്നത് 10 milliseconds ആണ് അല്ലേ. സോ അപ്പം 10 milliseconds കഴിയുമ്പോൾ P1ൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആവും. സോ ഇറ്റ് വിൽ ടേക്ക് 10 milliseconds, റൈറ്റ്? ദെൻ ഈ 10th millisecondiലാണ് P2ൻ്റെ എക്സിക്യൂഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് P2 need 5 milliseconds. ഓക്കെ, സോ 10 + 5 15 milliseconds ആകുമ്പോൾ P2 കംപ്ലീറ്റ് ചെയ്യും. And it is having execution time of 5 milliseconds. Okay, and the P3 has 7 milliseconds. So at the time 22nd millisecond P3 will be completing its execution. So ഇതാണ് നമ്മൾ ഗൺ ചാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഗൺ ചാർട്ടിൽ ഓരോ പ്രോസസ്സിൻ്റെയും എക്സിക്യൂഷൻ ടൈമാണ് നമ്മൾ മെയിനായിട്ട് ഇവിടെ നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ വെയിറ്റിംഗ് ടൈം കണ്ടുപിടിക്കണം. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആവറേജ് വെയിറ്റിംഗ് ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. ആവറേജ് വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് ഓരോ പ്രോസസ്സിൻ്റെയും വെയിറ്റിംഗ് ടൈമിൻ്റെ ആവറേജാണ് നമ്മൾ എടുക്കുന്നത്. സോ അപ്പോൾ ഫസ്റ്റ് വിൽ ബി കാൽക്കുലേറ്റിംഗ് വെയിറ്റിംഗ് ടൈം ഫോർ ദ ഫസ്റ്റ് പ്രോസസ് P1. P1 ഇവിടെ എത്ര നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു? വെയിറ്റ് ചെയ്യുക ഇല്ല. ആദ്യമേ തന്നെ P1ന് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. 0th ടൈമിൽ തന്നെ എക്സിക്യൂഷൻ P1ൻ്റെ സ്റ്റാർട്ട് ചെയ്തു. സോ P1ൻ്റെ വെയിറ്റിംഗ് ടൈം ഈസ് 0 milliseconds. ഓക്കെ, ആൻഡ് വാട്ട് അബൌട്ട് ദി കേസ് ഓഫ് P2? P2ന് CPUവിനെ കിട്ടിയത് അല്ലെങ്കിൽ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്തത് 10th millisecondiലാണ്. ഓക്കെ, സോ it has to wait until 10 milliseconds, right? So the waiting time for P2 will be 10 milliseconds. And
P3 will be what? 15 milliseconds. That is, after completing P1 and P2 only P3 starts execution, right? So it starts execution at 15th millisecond. So it has to wait until 15 milliseconds. So now we can calculate the average waiting time, which is equal to 0 plus 10 plus 15 divided by 3. Okay, which is equal to 25 by 3. That is 8.33 milliseconds, right? Okay, so that's average waiting time. Now we need to calculate the turnaround time. Okay, so what is the turnaround time for each one? So first calculate turnaround time for P1. Turnaround time എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോസസ്സ് എപ്പോഴാണ് കംപ്ലീറ്റ് ചെയ്തതെന്നുള്ളതാണ്. ഓക്കെ, so P1 complete ചെയ്തത് 10th milliseconds ആണ്. That means it takes 10 milliseconds. So the turnaround time for P1 is 10 milliseconds. Okay, then turnaround time for P2 equal to, it is completing the process or execution at 15th millisecond, right? So turnaround time is 15 millisecond. Then the same of P3 equal to, it is completing the execution at 22nd millisecond. So we can say 22 millisecond. Now we can calculate the average turnaround time as 10 plus 15 plus 22 divided by 3 processes. Okay, so which is equal to 47 by 3, which is equal to 15.66 milliseconds. Okay, so from this we can calculate the average waiting time required for each for all the processes and average turnaround time of these processes in the order P1, P2, P3 by using FCFS scheduling. Okay, then ഇതിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവായിട്ട് നമ്മൾ വേറൊരു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ കാണുവാണ്. അതായത് ഈ 3 പ്രോസസ്സുകൾ തന്നെ, നേരത്തെ പറഞ്ഞ 3 പ്രോസസ്സുകൾ തന്നെയാണ് നമ്മൾ നേരത്തെ എടുത്ത പ്രോസസ്സിൻ്റെ ഓർഡർ എന്തായിരുന്നു? P1, P2, P3 ആയിരുന്നു ഓർഡർ എടുത്തത് അല്ലേ? അതിന് പകരം now we are taking it as in the order P2, P1 and P3. Okay, P2, P1, P3 ഈ ഓർഡറിലാണ് ക്യൂവിലേക്ക് വന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് എങ്കിൽ ഇതിൻ്റെ ടേൺ അറൗണ്ട് ടൈമും വെയിറ്റിംഗ് ടൈമും കണ്ടുപിടിക്കുന്നത്. സോ P2 ആണ് ഫസ്റ്റിലെ എക്സിക്യൂട്ട് ചെയ്യുന്നത്, ദെൻ P1, ദെൻ P3 സ്റ്റാർട്ട് ചെയ്യുന്നത്. P2 സ്റ്റാർട്ട് ചെയ്യുന്നത് 0th ടൈമിലാണ്. P2വിന് എക്സിക്യൂഷൻ ടൈം ആവശ്യമായിട്ടുള്ളത് 5 milliseconds ആണ്. സോ in the 5th millisecond P2 will be completing its execution, and P1 is having 10 milliseconds execution time. So in 15th second it will be completing its execution. Okay, then P3 is having 7 milliseconds. So 7 milliseconds means 22 plus 7, which is 15 plus 7, which is 22. So we can see that this will complete in 22nd milliseconds അതിൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതിൻ്റെ വെയിറ്റിംഗ് ടൈമും ടേൺ അറൗണ്ട് ടൈമും കണ്ടുപിടിക്കുകയാണ്. P1ൻ്റെ വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് P1 സ്റ്റാർട്ട് ചെയ്യുന്നത് 5 millisecondsലാണ് അല്ലേ? സോ P1ൻ്റെത് 5 milliseconds. P2 ഫസ്റ്റിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തു, സോ 0 millisecond, ആൻഡ് P3 ഈസ് ഇൻ 15th millisecond, സോ 15 millisecond. സോ ആവറേജ് വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് 5 plus 0 plus 15 divided by 3, which is equal to 20 by 3, that is 6.66 milliseconds. Okay, then calculating the turnaround time. Turnaround time for P1 എന്ന് പറയുന്നത് 15 milliseconds ആണ്. It is completing its execution in 15th millisecond. So that of P2 equal to 5 millisecond and P3 equal to 22 millisecond. So the average turnaround time will be 15 plus 2 plus 22 divided by 3. Okay, which is equal to 42 by 3, which is 14 milliseconds. Okay, so whenever we are comparing with these two, for the first case, in the order of P1, P2, P3, what is the average waiting time? 8.33 milliseconds, right? But in the case of P2, P1, P3, there is only 6.66 milliseconds of waiting
for each processes. Average waiting time will be 6.66. Okay. And in the case of average turnaround time, 15.66 milliseconds. And in this case, it is 14 milliseconds. Okay. So this means that the effectiveness of this scheduling will depend on the order of arrival of the process. ഏത് ഓർഡറിലാണോ നമ്മൾ ആ പ്രോസസ്സ് അറൈവ് ചെയ്ത് അതിനെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നോ ആ ഓർഡറിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും FCFS ഷെഡ്യൂളിൻ്റെ ഇഫക്റ്റീവ്നെസ് നമുക്ക് പറയാനാവുക. ഓക്കെ. ദെൻ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണോപോളി ഓഫ് പ്രോസസ്സ്. ദാറ്റ് മീൻസ് ഒരു പ്രോസസ്സിൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് അടുത്ത പ്രോസസ്സിൻ്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതാണ് മോണോപോളി എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ആവറേജ് വെയിറ്റിംഗ് ടൈം ഈസ് നോട്ട് മിനിമൽ. ആവറേജ് വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് മിനിമൽ അല്ല. അത് മാത്രമല്ല, ഇപ്പം ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് ഉള്ള പ്രോസസ്സൊക്കെ ആണെങ്കിൽ CPU ഓപ്പറേഷൻ, അതായത് ഒരു CPU ബൗണ്ട് ഓപ്പറേഷനും ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ ബൗണ്ട് ആയിട്ടുള്ള ഓപ്പറേഷനും ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ. എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ പെർഫോം ചെയ്യാനുള്ള ഒരു ടാസ്ക് ഉണ്ട്, പ്രോസസ്സുണ്ട്. അതുപോലെ തന്നെ CPU മാത്രം ഉപയോഗിച്ച് ചെയ്യാനുള്ള ഒരു പ്രോസസ്സുണ്ട്. In that particular case, the CPU bound process will be executing first, or that will be executing, and in the case of input output operation, after completing input output operation, it has to wait for CPU until it becomes free. Okay. So അപ്പോൾ അത്രയും ടൈം ഓഫ് വെയിറ്റിംഗ് ടൈം അവിടെ കൂടുതലാണ്. അതൊക്കെയാണ് അതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ഷെഡ്യൂളിംഗ് അൽഗോരിതം, FCFS ഷെഡ്യൂളിംഗ്, which is coming under the category of non-preemptive scheduling. Non-preemptive scheduling illulla first category of algorithm ആണ് FCFS or FIFO algorithm. Okay. So ഇങ്ങനെയാണ് നമ്മൾ ആവറേജ് വെയിറ്റിംഗ് ടൈമും ടേൺ അറൗണ്ട് ടൈമും കണ്ടുപിടിക്കുന്നത്. ഇത് അതിൻ്റെ എഫിഷ്യൻസി അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. സോ അപ്പം ഇത് നിങ്ങൾ ഓൾറെഡി ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. സെയിം അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ. സോ അപ്പം അടുത്ത ഷെഡ്യൂളിംഗ് അൽഗോരിതം അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ. ബൈ. ടേക്ക് കെയർ.